ഒരു പഴയ എന്താണെന്ന് 7 പരിപാടിയുടെ ഭാഗമായിട്ട് വന്നൊരു ആളായിരുന്നു. ആള് പൊളിച്ചെടുത്ത് നടുക്ക് കൊണ്ടുപോയിട്ട് ലൈബ്രറി കെട്ടിച്ചു. ലൈബ്രറി എന്നല്ല, അതിന് നല്ല ആധുനിക സൗകര്യത്തോടു കൂടിയിട്ടുള്ള നല്ല ലൈബ്രറി കൊടുക്കണം, ഒരു തർക്കവും വേണ്ട. പക്ഷെ താഴെ ഒരു 2 ഫ്ലോറിൽ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ചെറിയ കടമുകൾ പണിതാണെങ്കിലോ ഒരു വരുമാനമായില്ലേ? നെന്മാറ പഞ്ചായത്ത് കണ്ടില്ലേ? കാണാം. എന്തുകൊണ്ട് കാണും? അവരുടെ തനത് വരുമാനം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിനും ഇല്ല. ഇങ്ങനെ നോക്കി നടക്കണം. ഇപ്പോ പുതുനഗരത്ത് വരുമാനം ഉണ്ടാക്കാം, പക്ഷെ ഇന്നുവരെ ആരും അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. നല്ല മത്സ്യ മാർക്കറ്റ് ഉണ്ട്, നന്നാക്കി കൊടുക്കട്ടെ. കൊടുവായിൽ ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്, അവിടെ ഒരു പച്ചക്കറി സ്റ്റാളില്ല. പള്ളിയുടെ പുറകുവശം പഞ്ചായത്തിന്റെയാണ്, നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയേറെ സ്ഥലമുണ്ടായി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടില്ല. പണിതാണെങ്കിൽ എത്ര രൂപ വരുമാനം? ഒരു കല്യാണം ഉണ്ടാവും, വലിയ വരുമാനം 3.5 കോടി രൂപ ചെലവഴിച്ചിട്ടാണ്. ഈ മണ്ഡലത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 7 പരിപാടിയുടെ ഭാഗമായി കിട്ടിയ ഒരു മണ്ഡപം ഉണ്ടായിരുന്നു. പൊട്ടി പൊളിഞ്ഞ് തകർന്നടിഞ്ഞ് അതിനുള്ളിൽ സ്കൂളിൽ പോകുന്ന പിള്ളേരും വൈകുന്നേരമായ മദ്യപിക്കുന്നവർക്ക് നല്ല സൗകര്യം പൊളിച്ചു മാറ്റി. അതിനുശേഷം ഇപ്പൊ എനിക്ക് തോന്നുന്നത് 10 മുതലല്ലേ 15 കഴിഞ്ഞപ്പോ 2 ടേം കഴിഞ്ഞു പഞ്ചായത്ത്. പക്ഷെ അവര് ബാബു ML അല്ല മറ്റേ പ്രസിഡന്റ് ആയിരിക്കുമ്പോ പൊളിച്ചിട്ട് പോയതല്ലേ, അത് അവിടെ കിടക്കട്ടെ, അയാളുടെ സ്മാരകമായിട്ട് നടത്തിയത്. എനിക്കാണെങ്കിലോ ആ വഴി പോകാതിരിക്കാനേ പറ്റില്ല. അവിടെയാണ് 4 കല്യാണം മണ്ഡപമുള്ളത്. എല്ലാ കല്യാണത്തിനും പോകല്ലോ. ഞാൻ ഇങ്ങനെ ഒരു പാവം ചെയ്തു പോയല്ലോ തോന്നുന്നു. ഇപ്പൊ 3.5 കോടി രൂപ കൊടുത്ത് ഒരു 800 പേർക്ക് അവരുടെ കണക്ക് പ്രകാരം ഇരിക്കാവുന്ന മൾട്ടിപർപ്പസ്, കാരണം അതിന്റെ മേൽ 2 മിനി തിയേറ്റർ കൂടെ കെട്ടാൻ പറ്റാവുന്ന തരത്തിലേക്കുള്ളൊരു സാധനത്തിന്റെ 60 നടക്കുക. എന്ത് വരുമാനം ഉണ്ടാവുമല്ലോ? 2 തിയേറ്റർ കൂടെ വെച്ചാൽ അത് ചിത്രാഞ്ജലി തരാന്ന് പറഞ്ഞു വെച്ചിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ദീർഘമായി വേണ്ടേ? ഞാൻ കൂടുതൽ പറയില്ല, കാരണം അവർ മുൻകൂട്ടി. അപ്പോൾ വരുമാനം സ്വന്തമായിട്ടുണ്ടാകണം. അതാ ഏറ്റവും പ്രധാനപ്പെട്ട. കാലഘട്ടത്തിൽ അതിജീവിക്കണമെങ്കിൽ പുതിയ തൊഴിൽ സംരംഭം വേണം. വല്ലാത്ത വിഷമത്തിലാണ് എല്ലാവരും. അതിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പണിയാൻ പോകുന്നത്. അതിനർത്ഥം ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു 5000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഗവൺമെന്റ് പണിതരും. വീട്ടിലിരുന്നാണ് ജോലി. ഇപ്പോ നാട്ടിലിരുന്നാണ് ജോലി. ആ വീട്ടിലും നാട്ടിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു സെന്റർ, ലോകത്താകെയുള്ള ഡിജിറ്റലൈസ് ചെയ്യുന്ന അവസ്ഥയിൽ ലോക തൊഴിൽ കമ്പോളത്തിൽ ഇടപെടാൻ വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടിയാവുന്ന ഒരു കേന്ദ്രം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ ഗവൺമെന്റ് ബഡ്ജറ്റ് അത്രയും. അതാണ് അവർ പ്രഖ്യാപിച്ചത്. സ്ത്രീ ശാക്തീകരണം നടത്താൻ കുടുംബശ്രീ എത്ര ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട് നമ്മൾ വിരൽ ചൂണ്ടി പറയാൻ പറ്റുമോ? ഇന്ന സ്ഥലത്ത് നിന്നുള്ളവര് അവിടെ വന്നാൽ ഞങ്ങൾ കുടുംബശ്രീക്കാർ നടത്തുന്ന വിവിധങ്ങളായ തൊഴിൽ സംരംഭം കാണാൻ കഴിയും. ഞാൻ ഒരുപാട് കമ്മലുമായി കളിച്ചതാണ്. എന്റെ കാലത്തിലല്ല, പശുവിന്റെ ഒരു കമ്മലിൽ തന്നെ 9 പശുവിനുണ്ട്. നടക്കുന്നത് ഒരു പശുവാണ്. എത്ര കമ്മൽ മാറ്റണം ആ പാവം അറിയില്ല. പുതിയ പുതിയ ഡിസൈനുണ്ടല്ലോ, പാക്കേജ് നോക്കി തൊഴിൽ സംരംഭങ്ങൾ. ഞാനിപ്പോ ഒരു 20 രൂപയുടെ ഭക്ഷണത്തിന്റെ ശാല നാളെ എലവഞ്ചേരിയിൽ ഉദ്ഘാടനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വരുമ്പോ ആളുകൾ ഇറങ്ങി എന്താ അല്ല ഒന്ന് നോക്കിയിട്ട് ഞാനിങ്ങനെ നിങ്ങളെങ്ങനെ നടത്തണം. നാളെ രാവിലെ വരാൻ എന്താ ഇവിടെ എവിടെയാ? ബ്ലോക്കിലാണ്. യെസ്. അതുപോലെ ഏതെങ്കിലും ഒരു പുതു സംരംഭങ്ങളുണ്ടോ? അതിൽ സബ്സിഡി കൊടുത്തിട്ടാ ഗവൺമെന്റ് 20 രൂപയ്ക്ക് ചാപ്പാട് കൊടുക്കാനാണ്. ഞാൻ ഈ പറഞ്ഞത് വെച്ച് കൂടുതലായിട്ട് എനിക്കും അറിയാം. പക്ഷെ ഇതൊക്കെ വരണം, കഴിയാവുന്നത്. തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ മാറി നിന്ന് കാണുക മാത്രമല്ല, അടുത്തു വന്ന് ഇടപെടുന്ന രീതിയാണ് എനിക്കുള്ളത്. ചിലപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങൾ തുറന്ന അഭിപ്രായം പറയും. ഒരിക്കലും ആരെങ്കിലും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനല്ല. എന്റെ നാട്, നമ്മുടെ നാട് ആ നിലയിലേക്ക് ഉയരണം എന്ന ദീർഘമായ കാഴ്ചപ്പാടോടുകൂടിയാണ്. ആ കാഴ്ചപ്പാടിനനുസരിച്ച് ഉയർന്നു വരാൻ
ഈ കൊല്ലംകോടിന് കഴിയണം. അതൊരു ഹൃദയഭാഗമാണ് ഈ മണ്ഡലത്തിന്റെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കഴിയണം. ഒരുപാട് കാഴ്ചപ്പാടില്ല, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് സമയമില്ല. ആ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വികസന മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒരു വലിയ മുന്നേറ്റവും പുതിയ സംരംഭങ്ങളും നടപ്പിലാക്കാൻ കഴിയാവുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ദീർഘകാലത്ത് പരിചയസമ്പന്നരായ പലരും ഈ സമിതിയിലുണ്ട്. പുതിയ അനുഭവങ്ങൾ മാത്രമല്ല, പുതിയ കാഴ്ചപ്പാടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പുതിയ ആളുകളുമുണ്ട്. അത് രണ്ടും സമന്വയിപ്പിച്ച് ഇതിനെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. ഒപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിന്റെ 2021-22 വികസന സെമിനാർ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്ന അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തത് ഈ വികസന സെമിനാറിനെ സംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് കൊല്ലംകോട് ഡിവിഷനിലെ അംഗവും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീമതി ശാലിനി കടപ്പേഴ്സ് സംസാരിക്കും. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഈ പഞ്ചായത്തിന്റെ പൊതുവായ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തുന്നതിന് ശ്രമിക്കണമെന്ന് പറയുകയാണ്. കാരണം നമ്മുടെ പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് 1-2 പദ്ധതികൾ കഴിയുന്നതും ഈ വർഷത്തെ വാർഷിക പദ്ധതി തന്നെ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോട് പറയാനുള്ളത്. നമ്മുടെ ആഴ്ചച്ചന്ത ചിത്രാമറയുമായി ബന്ധപ്പെട്ട അത് ആധുനിക രീതിയിൽ ഒരു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റിക്കൊണ്ട് പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പര്യാപ്തമായ വിധത്തിൽ ഒരു ആധുനിക ഷോപ്പിംഗ് മാളായി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗവയ്ക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും ഒരു കണ്ണിയായിട്ടുള്ള പഞ്ചായത്ത് വക പുത്തൻകുളം അത് ഒന്ന് നവീകരിക്കുന്നതിനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതി ഈ അവസരത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ മഹാത്മാഗാന്ധി വായനശാല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഒരു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് കൂടി ആ വായനശാല കുറെ കൂടി ആധുനിക രീതിയിൽ സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഈ താഴെ ഷോപ്പിംഗ് കോംപ്ലക്സും മേലെ വായനശാലയുമായി നിലനിർത്തിക്കൊണ്ട് ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്തിന് മുമ്പായി സമർപ്പിച്ചിട്ടുണ്ട്. അതിനും ഈ വാർഷിക പദ്ധതിയിൽ തന്നെ ഫണ്ട് വകയിരുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മെമ്പറോട് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഏതായാലും ഈ സെമിനാറിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീമതി ശാലിനി കൺവെൻഷൻ ക്ഷണിക്കുന്നു. കുടുംബങ്ങൾക്കും വരുമാനം കിട്ടുന്ന തരത്തിലുള്ള പദ്ധതികൾ കുടുംബശ്രീയിലൂടെ ഇത്തരത്തിലുള്ള പദ്ധതികളാണ് നാം മുന്നോട്ട് കാണുന്നത്. അതിനു മുൻപും നമ്മൾ ഒട്ടേറെ വികസനങ്ങൾ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ റോഡോ വെള്ളം വെളിച്ചം ഇത് മാത്രം അല്ല എന്നുള്ളതുകൂടെ നമ്മൾ ഇത്തവണ കാണുന്നത്. തികച്ചും കൊല്ലംകോടിന്റെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി എടുത്തു പറയത്തക്ക ഒരു പ്രോജക്റ്റായിട്ട് നമ്മൾ ഇത്തവണ എന്താണ് കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ഈ കാലയളവിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പദ്ധതിയായിട്ടാണ് കാണുന്നത്. നമുക്കിപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ ഇവിടെ പച്ചത്തുരുത്ത് എന്നൊരു പദ്ധതി എടുത്തു പറയത്തക്ക ഒരു പദ്ധതി ജില്ലയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ പച്ചത്തുരുത്ത്. അതിൽ ഇത്തവണ നമ്മൾ വയ്ക്കുന്ന ഒരു ഭാരതപ്പുഴ സംരക്ഷണം 2ന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഏറ്റവും നൂതനവും ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു പദ്ധതിയാണ് കാർബൺ ന്യൂട്രൽ എന്നുള്ള ഒരു പദ്ധതി. അത് ഈ ഭാരതപ്പുഴ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും നമ്മൾക്ക് നമ്മുടെ ഒരു ചുരം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഈ കിഴക്കൻ മേഖലകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് പച്ചത്തുരുത്ത് നമ്മുടെ ഈ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഉണ്ട്. അതിൽ നമ്മളൊരു ചിത്രശലഭ പാർക്ക്, അതുപോലെ തന്നെ ഈ ഫലവൃക്ഷ മരങ്ങൾ, പക്ഷിമൃഗാദികൾക്കുള്ള ഭക്ഷണം എന്നതാണ്. അതൊക്കെ നമ്മുടെ നൂതനമായ പദ്ധതികളായിട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സത്യപരമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആശയത്തിൽ നിന്ന് വന്നതായി ഈ മാർക്കറ്റ് എത്ര കാലമായി, കഴിഞ്ഞ കാലത്തിൽ നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. പക്ഷെ വലിയൊരു ഫണ്ടാണ് നമ്മൾക്ക് അതിന് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് തുടർ പദ്ധതി ആയിക്കൊണ്ട് അതിനെ കണ്ടുകൊണ്ട് അത് വലിയൊരു ഗ്രാമീണ മാളായി കാണും. അതുപോലെ തന്നെ ഇവിടുത്തെ കുടുംബശ്രീ ആയിക്കോട്ടെ, ഇവിടുത്തെ ട്രഡീഷണൽ കൊല്ലങ്കോട് ട്രഡീഷണലായിട്ട് എന്താണ് ഒരു സംരംഭം അത് കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള ഫണ്ട് പഞ്ചായത്തും ബ്ലോക്കും ജില്ലയും വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനാവണം. ആവുന്നത് നമ്മുടെ സംയുക്ത പദ്ധതികളാണെങ്കിൽ ആ പദ്ധതി നല്ല രീതിയിൽ നടത്താനാവും എന്നുള്ളത്. അത്തരത്തിലുള്ള പദ്ധതികൾ കണ്ടെത്തുക. രണ്ടും ഒരു കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും, അതോടൊപ്പം തന്നെ പഞ്ചായത്തിനുള്ള വരുമാന മാർഗവും കൂടിയാവും ഇത്തരത്തിലുള്ള പദ്ധതികൾ. ഒരു ശീതീകരണ സംഭരണശാല ഇല്ലേ, ഇത്തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് കണ്ടെത്താനാവണം. എത്ര ജില്ലയാണെങ്കിലും MLA ആണെങ്കിലും ബ്ലോക്കാണെങ്കിലും പഞ്ചായത്താണെങ്കിലും നടപ്പിലാക്കുന്നത് പഞ്ചായത്താണ് അതിൻ്റെ അധികാരികൾ. അപ്പോൾ അതിൻ്റെ സ്ഥലം കണ്ടെത്തി ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾക്ക് ഒരുക്കുകയാണെങ്കിൽ ഇത്തവണ കൊല്ലങ്കോട് പഞ്ചായത്ത് തന്നെ നമ്മൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ എല്ലാവരുടെയും ഒരു കാലാകാലങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ് മാലിന്യം. എത്ര 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 ബോധവൽക്കരണം ചെയ്താലും ജനങ്ങളുടെ മൈൻഡിൽ നിന്ന് അത് മാറില്ല, ശീലം മാറില്ല. ശീലിച്ചതേ പാലിക്കുമെന്ന് പറഞ്ഞ പോലെ മാലിന്യം അടുത്തോടത്തേക്ക് വലിച്ചെറിഞ്ഞ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതല്ല നമ്മൾക്ക് വേണ്ടത്. ഇത്തവണ നമ്മൾ കഴിഞ്ഞ തവണ കുറേ എല്ലാം മാറ്റപ്പെടുത്താനായി നമ്മുടെ 21-22 സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ പങ്കാളികളായി എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിലും ഗ്രാമസഭകളിലുമൊക്കെ നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. എല്ലാം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മളുടെ ഫണ്ടിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഈ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ ഘട്ടം ഘട്ടമായി ഓരോരോ പ്രവൃത്തികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾക്ക് ഈ 5 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളൊക്കെ എഴുതി തന്നിട്ടുള്ളത്. അതൊക്കെ നമ്മള് പഞ്ചായത്ത് ഭരണസമിതി കൂടിക്കൊണ്ട് എല്ലാ വാർഡിലെയും അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പിലെയും നിർദ്ദേശങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മുൻഗണനാ ക്രമത്തിന് നമ്മൾ ഓരോരോ വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭരണസമിതി ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ മറ്റുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് മാതൃകയാവുന്ന തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം നമ്മുടെ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നമ്മൾ ഈ കൊല്ലങ്കോടിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളെ എല്ലാവരും സഹകരിച്ച് നമ്മുടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് കൊല്ലങ്കോടിനെ നല്ലൊരു ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി കഴിയും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും അഭിനന്ദനങ്ങളും ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.